എല്ലാവർക്കും വീണ്ടും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടു, എങ്ങനെ നമുക്ക് ദൃഷ്ടിദോഷം അതേപോലെയുള്ള നെഗറ്റിവിറ്റികളിൽ നിന്ന് എങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ മാറ്റാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇടുന്നത് ഈ ഒരു നെഗറ്റീവും വരാൻ, നമ്മുടെ ലൈഫിലേക്ക് വരാൻ നമ്മളെങ്ങനെ സമ്മതിക്കാതിരിക്കാം, എങ്ങനെ നമ്മളെ സംരക്ഷിക്കാം, ഒരു ദൃഷ്ടിദോഷവും ഒരു ഈവിളായി ഒരു നെഗറ്റിവിറ്റിയും നമ്മളിലേക്ക് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ നമ്മളുടെ എനർജി ബോഡിയെ സംരക്ഷിക്കാം എന്നുള്ള വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുക. ഇത് കാണുമ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ എന്ത് ചെയ്യണം എന്നുള്ളത് പൂർണ്ണമായും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുള്ളൂ. നിങ്ങൾ ഓടിച്ചു കണ്ടാൽ ഒരിക്കലും നിങ്ങൾക്കതിൻ്റെ എഫക്റ്റ് കിട്ടില്ല. പൂർണ്ണമായി ഈ വീഡിയോ കാണുക. ആദ്യമായിട്ട് നമുക്കൊരു ദൈവത്തിനോട് ഉറച്ച വിശ്വാസമുള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള യാതൊരു കാര്യത്തിനോടും നമ്മൾ വിശ്വാസമില്ലാത്തവർ എന്ന് തന്നെ പറയാം. ദൃഷ്ടിദോഷം ഒരു ഉറച്ച വിശ്വാസം ഉള്ള, ഉറച്ച സാധന ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചൊരു അന്ധവിശ്വാസമാണ്. അപ്പോൾ ഉറച്ച സാധന, ഉറച്ച ഒരു വിശ്വാസം നമുക്കുണ്ടാവുമ്പോൾ ഇതൊന്നും നമ്മളിലേക്ക് വരില്ല. ഉറച്ച ദൈവവുമായിട്ടുള്ള അഗാധമായിട്ടുള്ള കണക്ഷൻ അതെങ്ങനെയാണ് ഉണ്ടാക്കുക? അത് മന്ത്രജപത്തിലൂടെയാണ്. പെട്ടെന്നുണ്ട് ജപത്തിനെ കുറിച്ച് എല്ലാ മതങ്ങളിലും പറയുന്നുണ്ടല്ലേ. ഗീതയിൽ യജ്ഞങ്ങളിൽ വെച്ച് ഞാൻ ജപയജ്ഞമാണെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. ഖുർആനിൽ ദിക്റുകളുടെ മഹത്വത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. 99 നാമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ബൈബിളിൽ അതേപോലെ തന്നെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനെ കുറിച്ച്. മന്ത്രം, നാമം ഇതെല്ലാം ഭയങ്കര പവർഫുള്ളാണ്. ഇതെല്ലാം നമുക്ക് മനനാത്രായതേ ഇതി മന്ത്ര എന്നാണ്. മന്ത്രം ചെയ്യുന്നവനെ അത് രക്ഷിക്കും. ഹിന്ദു മതത്തിലുള്ളവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഓറയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയത്, ഒന്നാമത്തത് നിങ്ങൾ ചെയ്യുന്ന എന്ത് മന്ത്രസാധന നിങ്ങൾ ചെയ്യുന്നുണ്ടോ, എന്ത് നാമം നിങ്ങൾ ജപിക്കുന്നുണ്ടോ അതിന് അതിൻ്റേതായിട്ടുള്ള പവറുണ്ട്. പക്ഷേ ഇതൊന്നും ചെയ്യാത്തവരുണ്ട്. പുതിയതായിട്ട് തുടങ്ങുന്ന ഒരാളുണ്ടെങ്കിൽ ഞാൻ പറയും ഹനുമാൻ ചാലീസ ഏറ്റവും പവർഫുള്ളാണ്. ഹനുമാൻ ചാലീസ ചൊല്ലുമ്പോൾ നിങ്ങളിലൊരു വലയം, പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം. ഹനുമാൻ ചാലീസ ചൊല്ലുമ്പോൾ നമ്മളുടെ ഓറ ശക്തമാവുകയും നമ്മളിൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഹനുമാൻ ചാലീസ നിങ്ങൾക്ക് ചൊല്ലാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിന് സിമിലറായിട്ടുള്ള പല മാലാ ജപങ്ങൾ, സഹസ്രനാമങ്ങൾ, വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ഇങ്ങനെയുള്ള സഹസ്രനാമങ്ങൾ ചൊല്ലുമ്പോഴും നിങ്ങൾക്ക് ഇതിൻ്റേതായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഹനുമാൻ ചാലീസ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞതാണ്. അതിനർത്ഥം എല്ലാവരും ഹനുമാൻ ചാലീസ ചൊല്ലിയാൽ മാത്രമേ അത് സംഭവിക്കൂ എന്നുള്ളതല്ല. നിങ്ങളിപ്പോൾ എന്താണോ ചൊല്ലുന്നത് ശക്തമായി കൂടുതൽ ശക്തമായി ചൊല്ലുക. ഏതെങ്കിലും ഗുരുവിൻ്റെയാണോ ദേവതയുടെയാണോ സങ്കല്പങ്ങൾ ഈശ്വരനായി ഭാവിച്ച പ്രതിഷ്ഠകളുടേതാണോ ഏതാണോ അത് ശക്തമായി കൂടുതൽ ശക്തമായി ചൊല്ലുക. നിങ്ങളിൽ ആ പരിവർത്തനം, ആ ശക്തമായിട്ടുള്ള ആ ഒരു വലയം ഉണ്ടാകുന്നതാണ്. ഇസ്ലാം മതവിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 99 നാമങ്ങൾ, അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ നിങ്ങൾക്ക് ചൊല്ലാം. ഭയങ്കര പവർഫുള്ളാണ്. അത് നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങളിലൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദിക്റുകൾ ചൊല്ലാം, നിങ്ങൾക്ക് ആയത്തുൽ കുർസി ചൊല്ലാം, പല അൽ ഫാത്തിഹ ചൊല്ലാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് പവർഫുള്ളായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചൊല്ലാം, അത് നിങ്ങൾക്ക് കൊണ്ട് നടക്കാം. ബുദ്ധമതവിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് ഓം ആ ഹും വജ്ര ഗുരു പത്മസിദ്ധി ഹും, അങ്ങനെ പല മന്ത്രങ്ങളുണ്ട്. ഏത് ഇഷ്ടമുള്ള ഓം ആ ഹും എന്നുള്ള മന്ത്രം
ഭയങ്കര പവർഫുൾ പ്രൊട്ടക്റ്റീവ് ഫലം തരുന്നതാണ്. അപ്പോൾ ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ചൊല്ലുന്നത് നല്ലതാണ്. ഗ്രീൻ താര മന്ത്രം നല്ലതാണ്. പല 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 മന്ത്രങ്ങൾ നമുക്ക് ചൊല്ലാം. ക്രിസ്ത്യാനിറ്റിയിൽ ഇതിന് സിമിലറായിട്ടുള്ള മന്ത്രങ്ങളുണ്ട്, വചനങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. യേശു ദേവൻ തന്നെ പറഞ്ഞു തന്ന പല പ്രാർത്ഥനകളുമുണ്ട്, അത് നിങ്ങൾക്ക് ചൊല്ലാം. ഇത് ചൊല്ലുന്നത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ബോധത്തോടു കൂടി വേണം ചൊല്ലാൻ. വല്ലയിടത്തും നോക്കി ചൊല്ലിയിട്ട് കാര്യമില്ല. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, മന്ത്രം ചൊല്ലും അതിനോടൊപ്പം തന്നെ സീരിയലും കാണും, മന്ത്രം ചൊല്ലും അതിനോടൊപ്പം തന്നെ അത് നമുക്ക് ജപം എന്താ പറയുക, നമ്മളെല്ലാ ദിവസവും ഓം നമഃ ശിവായ ഓം നമഃ ശിവായ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. പക്ഷേ ഇത് ഇരുന്ന് ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിരന്തരം നിങ്ങളുടെ ജീവിതചര്യയിൽ നിങ്ങൾക്കത് ചൊല്ലാം. തുടക്കത്തിൽ കേട്ടോ, നിങ്ങളൊരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു സ്റ്റേജ് എത്തുന്നത് വരെ തുടക്കത്തിൽ നമ്മളൊരു സാധനയായിട്ട് നമ്മൾ ഇരുന്ന് ചെയ്യുക തന്നെ വേണം. എന്നാലാണ് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു സംശയമില്ല. അതിന് ജപത്തിൻ്റെ ശക്തി മറ്റൊന്നിനുമില്ല. ഭാഗവതത്തിൽ പറയുന്നത് എന്താണ്? കലിയുഗത്തിൽ ജപയജ്ഞമാണ് ഏറ്റവും വലിയ യജ്ഞം മറ്റെല്ലാത്തിനേക്കാളും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആദ്യം ജപത്തിനെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തത് ഒരു മെഡിറ്റേഷനാണ്. ഈ മെഡിറ്റേഷൻ ഒരു ഗോൾഡൻ ലൈറ്റ് മെഡിറ്റേഷൻ. പല സംസ്കാരങ്ങളിലും ഇതുള്ളതാണ്. കൂടുതലും ഇതുള്ളത് ഒരു നമ്മളുടെ ഹവായൻ ട്രഡീഷൻ, ഹോ ഒപ്പനൊപ്പനോ എല്ലാം വന്ന് ആ ഒരു ട്രഡീഷനിലാണ് കൂടുതലായിട്ട് അവിടുന്ന് എടുത്തിട്ടുള്ളതാണത്. മറ്റു പല ഇതിലുമുണ്ട്. അപ്പോൾ ഗോൾഡൻ ലൈറ്റ്, നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഒരു ഗോൾഡൻ ബോൾ നമ്മുടെ തലയിൽ ഇങ്ങനെ ഇരിക്കുന്നതായി സങ്കല്പിക്കാം. ആ ബോൾ ഒരു ഹീലിംഗ് ബോൾ, ഒരു ഡിവൈൻ ബോളാണെന്ന് സങ്കല്പിച്ച് ആ ഗോൾഡൻ പ്രകാശം നമ്മുടെ ശരീരത്തിൽ പൂർണ്ണമായും ഇങ്ങനെ ആഴ്ന്നിറങ്ങി ഓരോ സെല്ലിലും ആ പ്രകാശം വന്ന് നിറയുന്നത് നമ്മൾ ഫീൽ ചെയ്യുക. അപ്പോൾ ആ പ്രകാശം വന്ന് നിറയുന്നത് നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് മാറി ഫുൾ പോസിറ്റീവ് ആകുന്നത് ഫീൽ ചെയ്യുക. എല്ലാ ദിവസവും അത് ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ രാത്രിയിൽ വേണമെങ്കിലും ഇത് ചെയ്യാം. അപ്പോൾ നമ്മളെ പൂർണ്ണമായും നമ്മുടെ ഓറ, നമ്മളുടെ ശരീരം, ഇതിനെല്ലാം പൂർണ്ണമായി ക്ലെൻസ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണിത്. ഇത് ഭയങ്കര നല്ലതാണ്, വളരെ സിമ്പിളാണ്. ഈ പ്രകാശം പതുക്കെ ആഴ്ന്നിറങ്ങി നമ്മുടെ ശരീരം ആകമാനം നിറഞ്ഞ് തുളുമ്പുന്നത് ഫീൽ ചെയ്യുക. അതിങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണമായും ഒരു പ്യൂരിറ്റിയിലേക്ക് സഞ്ചരിക്കും. എല്ലാ ദിവസവും ഇത് ചെയ്യും. നിങ്ങളൊരു 21 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം, ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യവും മാറ്റങ്ങൾ അറിയാൻ സാധിക്കും. മൂന്നാമത്തത് പോസിറ്റീവ് അഫർമേഷൻ. ഒരുപാട് പോസിറ്റീവ് അഫർമേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അംഗമായിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും. പോസിറ്റീവ് അഫർമേഷൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് അഫർമേഷൻ വളരെ പവർഫുള്ളാണ്. നമ്മൾ ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ എവിടെ പോകുന്നതിന് മുമ്പും ഐ ആം പ്രൊട്ടക്റ്റഡ് ബൈ ദ ഡിവൈൻ, ഞാൻ ഈശ്വരനാൽ സംരക്ഷിക്കപ്പെട്ടവനാണ്. ഈശ്വര ചൈതന്യത്താൽ, അതും കൂടെ കൊടുത്താൽ നല്ല പവർഫുള്ളാണ്. ഈശ്വര ചൈതന്യത്താൽ സംരക്ഷിക്കപ്പെട്ടവനാണ്. എൻ്റെ ഗൃഹം സംരക്ഷിത വലയത്തിനുള്ളിലാണ്. ആരുടെ? ഈശ്വരൻ്റെ. ഇത് എല്ലാ ദിവസവും പറയുക. എത്ര തവണയെന്നൊന്നുമില്ല, നമുക്കുള്ളിൽ കയറുമല്ലോ, ഉള്ളിൽ കയറുന്നത് വരെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അത് മാത്രമല്ല, നമ്മൾ രാവിലെ എണീറ്റാൽ ചൊല്ലേണ്ടതായിട്ടുള്ള ഒരു ഈവിൽ ഐ ബേസ് ചെയ്തിട്ടുള്ള, നെഗറ്റിവിറ്റി മാറ്റാൻ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പോസിറ്റീവ് അഫർമേഷൻസ് ഉണ്ട്. അത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടുന്നതായിരിക്കും. കമ്മ്യൂണിറ്റി വളരെ ഫ്രീ കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയാൽ ഇന്ന് വൈകിട്ടോടെ അതിൽ ആ ഒരു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇട്ടുകൊണ്ടിരിക്കും. ആ ഒരു പോസിറ്റീവ് അഫർമേഷൻ അതിനകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്
വളരെ വളരെ ഓൾറെഡി കമ്മ്യൂണിറ്റിയിലുള്ളവർ ഇതിൽ ചേരേണ്ട ആവശ്യം, ഈ ഓൾറെഡി എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളവർ ഈ ലിങ്കിൽ കയറേണ്ട ആവശ്യമില്ല. ഇല്ലാത്തവർ ഈ ലിങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറുക. അപ്പോൾ ഈ പോസിറ്റീവ് അഫർമേഷൻ വളരെ വളരെ പവർഫുള്ളാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും എൻ്റെ ക്ലയൻസിൻ്റെയും എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുന്നത്. അടുത്തത് പ്രാണായാമം. പ്രാണായാമത്തിന് ഒരുപാട് എഫക്റ്റ് ഉണ്ട്. പ്രാണായാമത്തിനെക്കുറിച്ച് ഒരു ക്ലാസ്, ഒരു ഫ്രീ ക്ലാസ് ഞാൻ വെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്രീ വീഡിയോയും ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടുന്നുണ്ട്. പ്രാണായാമം എങ്ങനെ ചെയ്യാം, വ്യക്തമായിട്ട് എങ്ങനെ ചെയ്യാം, എല്ലാവർക്കും ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു ഇത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞാൽ അത് സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് അവിടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങളും ചോദിക്കാം, അതുകൊണ്ടാണ് അവിടെ ഇട്ട് തരുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. പ്രാണായാമം എങ്ങനെ ചെയ്യാം, പ്രാണായാമം തുടർച്ചയായി നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഓറ ശക്തമാവും, നമ്മളുടെ പ്രാണചൈതന്യം കൊണ്ട് നിറയും. അങ്ങനെയുള്ളവരിലേക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യവും അടുക്കില്ല. അതുകൊണ്ട് വളരെ പ്രധാനമാണ് പ്രാണായാമം ചെയ്യേണ്ടത്. പ്രാണായാമം ഈ ക്രിയയിലൂടെ മാത്രമാണോ ചെയ്യേണ്ടതല്ല. പ്രാണായാമം പല രീതിയിൽ വരാം. നമുക്ക് പ്രകൃതിയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക, നടക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും നമുക്ക് പ്രാണചൈതന്യം കൂടും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക, വായിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പോസിറ്റീവ് ഡിവൈൻ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമ്മളുടെ പ്രാണചൈതന്യം വരും. അപ്പോൾ ഇത് കൂടുതലായിട്ട് പ്രാണായാമം എങ്ങനെ ചെയ്യും എന്നുള്ളത്, അത് എനിക്ക് വീഡിയോ ഇടുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് സംശയങ്ങൾ വരാം. ആ സംശയങ്ങൾ ദൂരീകരിച്ചതിന് ശേഷം, ആ സംശയങ്ങൾ തീർത്തിട്ട് ശേഷമാണ് പ്രാണായാമം നമുക്ക് ചെയ്യാൻ പറ്റുക. പ്രാണായാമം തെറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതല്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിലേതെങ്കിലുമൊക്കെ ഒരു കാര്യമെങ്കിലും നിങ്ങളിത് ചെയ്യുക. ഇത് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട്, അതേപോലെ തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ചെയ്യുമ്പോൾ, എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് പൂർണ്ണമായും ഒരു ഡിവൈനുമായിട്ട് കണക്റ്റ് ചെയ്യാനുള്ള, ഡിവൈനോടാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത്. നമ്മുടെ ലൈഫിലുള്ള ഓരോ കാര്യത്തിനും ദൈവത്തിനോട് നന്ദി പറയുക. ദൈവത്തിനോട് നന്ദി പറയുമ്പോൾ അത് നമ്മളിലേക്ക് കൂടുതൽ വരും. നമുക്ക് ഈശ്വരനുമായിട്ടുള്ള കണക്ഷൻ കൂടുതലായിട്ട് വരും. അപ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പൂർണ്ണമായി എല്ലാ നെഗറ്റിവിറ്റിയിൽ നിന്നും, ഈവിൾ ഐയിൽ നിന്നും എന്താണെങ്കിലും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. പക്ഷേ ഒരു ദിവസമോ 21 ദിവസമോ അല്ല ചെയ്യേണ്ട, ആജീവനാന്തം നിങ്ങളിത് ചെയ്യുക. പ്രാണായാമം ഒഴികെ, പ്രാണായാമം ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. കാരണം പ്രാണായാമം ചെയ്യുന്നതിന് ചില നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. അതനുസരിച്ച് മാത്രം ചെയ്യും. ബാക്കിയെല്ലാം ഈ പറഞ്ഞതിൽ ഏത് ഒരു കാര്യവും നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ്. സ്വയം നിങ്ങൾ അത് എന്താ പറയുക, ആജീവനാന്തം നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു ചര്യയായിട്ട് കൊണ്ട് നടക്കൂ. ഈ ഒരു കാര്യവും നിങ്ങളിലേക്ക് വരില്ല. അപ്പോൾ എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.